എല്ലാവരും സ്നേഹിക്കുന്നത് അവനവന്റെ ജീവിതത്തിലെ ഇഷ്ടങ്ങളെയാ. വിനീതന് നല്ലൊരു ജീവിത ഇഷ്ടം. അയാൾക്ക് അതുണ്ടാവട്ടെ. എന്താ അച്ഛൻ കാണിച്ചത്? എന്നാ പിന്നെ ഞങ്ങളെ കൂടെ വിളിക്കായിരുന്നില്ലേ അച്ഛന്? പോകായിരുന്നില്ലേ ഒരുമിച്ച്? എന്തിനാ? ആരാ നിങ്ങളൊക്കെ? അച്ഛാ, ഞാൻ രാഖിയാ. ആരാ? ഈശ്വര, നമുക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛ. അച്ഛനുള്ളപ്പോ ഞങ്ങൾക്ക് എന്താ പേടിക്കാനുള്ളത്? ശല്യക്കാരാ, ഒക്കെ ശല്യക്കാരാ. എനിക്ക് ഉറങ്ങണം. ശല്യങ്ങൾ ഭൂമിയിൽ നിർത്തിയില്ല, സ്വർഗത്തിലേക്ക് നടത്തുകയില്ല. ചേച്ചി, ₹25,00,000 ഞാൻ സഹായിച്ചാൽ തന്നെ എനിക്കിങ്ങനെ തിരിച്ചു തരും. മാസാമാസം ഇൻട്രസ്റ്റ് തരാനൊക്കെ. കേസ് അപ്പീല് പോയാൽ ജയിക്കാനും മാവൂർ റോഡിലെ ആ സ്ഥലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഇപ്പോഴുണ്ട്. പുരുഷോത്തമന്റെ ആധാരം തിരിച്ചെടുക്കാനുള്ള വഴി ഞാൻ ഏർപ്പാട് ചെയ്യാം. അവന്റെ അലമാരിലിരിക്കുന്ന ആധാരം എന്റെ അലമാരിൽ എത്തിയോണ്ട് മാത്രം കാര്യമില്ല. വിൽക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ വിറ്റിട്ടോ കേസ് ജയിച്ചിട്ടോ അതെന്റെ ഇന്ന് വാങ്ങി നിങ്ങളുടെ അലമാരിയിൽ എത്തണം. പലിശനത്തിൽ ഒരു ചെറിയ ഇളവ് വരുത്താം. എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ 2 പെൺകുട്ടികൾ ഒരു സഹായം ആവശ്യപ്പെടുമ്പോ അതും റാഞ്ചാ നിൽക്കുന്ന പരുന്നിന്റെ കയ്യിൽ നിന്ന് ഞാൻ സഹായിക്കണ്ടേ? നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ, ഞാൻ ഉണ്ട് കൂടെ. രാജാ, എന്തോ ഈ കുട്ടികളെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കും. എപ്പോ നോക്കിയാലും നീ ഇതിങ്ങനെ എണ്ണി ചൊറിഞ്ഞോണ്ടിരിക്കണാണല്ല. അതിന് മാത്രം എണ്ണ ഉണ്ടായിട്ടാണോ അതോ എണ്ണ അറിയാഞ്ഞിട്ടാണോ? അതിനും മാത്രം എണ്ണാനുണ്ടായിട്ട് തന്നെയാണേ. അതൊക്കെ ഈ വിനയൻ ഇവിടെ കാല് കുത്തിയതിന് ശേഷം ശ്രീമുരുക ഫൈനാൻസിയേഴ്സ് പറന്നുയരുകയല്ലേ കുഞ്ഞച്ചായ. അതെ, എന്റെയും നിന്റെയും കയ്യും കാലും കുത്തിയിട്ടൊന്നുമല്ല. ഇത് ബ്ലേഡാ പ്രസ്ഥാനം. ചടപടേന്ന് പെറ്റുപെരുകും. അതുപോലെ തന്നെ ശാപം കൊന്നുകൂടുകയും ചെയ്യും. ഏയ്, ശാപത്തിന്റെ കാര്യമൊന്നുമില്ല. ഇവിടുന്ന് കാശ് വാങ്ങിയ എന്തോരം ആൾക്കാർ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കൊള്ളാം. നീ പരുന്തിന്റെ മേലെ പറക്കും, പറക്കും. അവിടെയാ. അയാൾ എന്തിയെ? അയാള് പുരുഷോത്തമൻ. സംസാരത്തിൽ അല്പം മര്യാദ നല്ലതല്ലേ പെങ്ങളെ? അതും പെങ്ങളെ പോലത്തെ പെങ്ങന്മാർക്ക്. ആരോട് മര്യാദ? ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പോലും ഈ ജന്മത്തിൽ മനസ്സിലാവാത്ത പുരുഷോത്തമനോടോ? അതോ അയാളുടെ ശമ്പളം വാങ്ങുന്ന നിങ്ങളോടോ? കൊള്ളാം. കുട്ടിയുടെ വാക്കും നാക്കൊക്കെ കൊള്ളാം. നിങ്ങളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് വന്നതല്ല ഞാൻ. ഞങ്ങളുടെ വീടിന്റെ ആധാരം പുരുഷോത്തമന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അത് തിരിച്ചു വാങ്ങാൻ വന്നതാ. അയാൾക്ക് കൊടുക്കാനുള്ള കാശായത്. ബോസില്ല. ഇല്ലാന്ന് വെച്ചാ ജീവിച്ചിരിപ്പില്ലേ? ഇതങ്ങനെ എളുപ്പത്തിൽ തീർന്നു പോകുന്ന കേസല്ല ബായിന്റെ മോളെ. കാശിന്റെ ഒരു അഹങ്കാരം അടിമുടി കയറിയിട്ടുണ്ടല്ലോ. എവിടെ നൊപ്പിച്ചു കാന്തിത്തല? പൈസ അത് എവിടുന്നായാലും നിങ്ങൾക്ക് എന്താ? ചത്തതായാലും കൊന്നതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ പെട്ടി നിറയട്ടെ. എണ്ണി ഉറപ്പുവരുത്തി
ഞങ്ങളുടെ ആധാരം തിരിച്ചു തരണം. അച്ഛനുമായിട്ടുള്ള ആ എഗ്രിമെന്റും. എടി പെണ്ണെ, നിങ്ങൾ 2 ഐറ്റംസ് കുറെ കാശ് കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ തള്ളിയിട്ട് ഞങ്ങളുടെ തന്തയുടെ എല്ലാ അർജുമെന്റ് ഇങ്ങോട്ട് എടുത്തോന്ന് ഇംഗ്ലീഷിൽ കാച്ചത് കേട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറണം, ഏതൊക്കെ കോടതിയിൽ കയറണമെന്ന് ആര് കണ്ടു? ഹസീസ്ക പറഞ്ഞു, താൻ ഇതും ഇതിനപ്പുറവും ചോദിക്കും, പറയും. തരപ്പെട്ടാൽ ആ വീടും സ്ഥലവും തിരിച്ചു തരാതിരിക്കാനും നോക്കൂന്ന്. അപ്പൊ ആ നട കയറി. ഇനി തന്തക്കും മക്കൾക്കും വലിയ അധ്വാനമില്ലാതെ സുഖമായിട്ട് ജീവിക്കാം. കുടുംബം നോക്കാനും കൂട്ടുകിടക്കാനും ഒരു ആൺതുണയായല്ലോ. എന്താ പറഞ്ഞത്? ഈ ചെയ്തതൊക്കെ പോരാഞ്ഞിട്ട് തോന്നിയ പറയുന്നോ? എന്താ ഇക്കൂട്ടി കാണിക്കണേ? കൈവിട്, വിടാ. മേലാൽ ഇവിടെ ഒന്ന് ചെലയ്ക്കാനും ചെറ്റത്തരം കാണിക്കാനും നിന്ന എന്നെ ശരിക്കും അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. കൈയും കാലും കൊത്തും ഞാൻ തന്തയുടെ മക്കളെ. ചെന്ന് ബാക്കി കടലാസുകളൊക്കെ ഒപ്പിടിച്ച് ആ കിഴവന്റെ അണ്ണാക്കിലേക്ക് തള്ളി കയറ്റിയേക്ക്. നമുക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിതിലൊരു സത്യമുണ്ട്. അതുകൊണ്ടാ. തന്നെയല്ല, ഈ വക ഐറ്റംസ് ഒന്നും ഈ പേരും പറഞ്ഞ് നീ ഇവിടെ കയറി നിരങ്ങരുത്. ഷേവ് ചെയ്ത് കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കണ്ടേ? ചേച്ചി ഓഫീസിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോവാട്ടോ. എന്തിനാച്ചാ? ആരെയും പേടിക്കണ്ടാട്ടോ, എന്റെ അച്ഛൻ. ഹേമന്ത് ഭായ്, ഞങ്ങൾ അച്ഛൻ എന്നാ വിളിക്കാറ്. എനിക്കങ്ങനെ വിളിച്ചൂടല്ലോ. ആ അച്ഛൻ. അച്ഛൻ ആരെയും കാണാറില്ല. എന്താ കാര്യം? എന്നോട് പറഞ്ഞാ മതി. അത് പവർ ഓഫ് അറ്റോർണി പ്രകാരം വീടിന്റെ ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുരുഷേട്ടന്റെ പേർക്കാണല്ലോ. ഹേമന്ത് ഭായിയുടെ അല്ല, അച്ഛന്റെ പേർക്ക് അത് മാറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകൾ വേണം. ഈ മയവും മര്യാദയൊന്നും അന്ന് ഓഫീസിൽ കണ്ടില്ലല്ലോ. അല്ല, അത് അപ്പോഴത്തെ സിറ്റുവേഷനില്. നീ ഇപ്പോഴത്തെ സിറ്റുവേഷനുകൾ കുഴപ്പങ്ങളാക്കോടെ. അതേതാ വേറൊരു അപകടം? അത് പൂജപ്പുരം മഹേന്ദ്രൻ. ചെറിയൊരു വക്ക് പൊട്ടിയ ബ്ലേഡാ. ഡെയിലി വട്ടി, ദിവസം ഫ്രീ വേ. പറച്ചില് കേട്ടാ നമ്മൾ വലിയ പുണ്യാളച്ചൻ. പുണ്യാളച്ചന്റെ പണിയൊന്നും അല്ലാന്ന് നന്നായിട്ട് അറിയാം. ജീവിക്കണ്ടേ, മറ്റുള്ളവരെ ജീവിപ്പിക്കണ്ടേ. വിനയ, ഇവിടെ വന്നത് വിനയാവോ അനിയ? ഒന്നും മിണ്ടാതിരിയടാ. ഞാൻ മിണ്ടാതിരിക്കാം, പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി ഇതെവിടെ ചെന്ന് നിൽക്കൂ എന്താ അറിയ. എന്റെ ശ്രീപത്മനാഭ, പ്ലീസ് ഒന്ന് കുട്ടികളെ ശ്രദ്ധിച്ചോളണേ. അതെ, ഞങ്ങൾ എവിടെ പോകണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പൊക്കോളാം. നീ എവിടെ പോകണ്ടെന്ന് വെച്ചാൽ നീ പൊക്കോ. പോട്ടല്ലോ, പോട്ടെ മങ്ങളെ. പൊക്കോ, പക്ഷെ നടന്നു പോയാ മതി. എനിക്ക് കൂട്ടുവരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ഇത്രയും ദൂരം നടന്നെങ്ങനെ? നടന്നു പോ. അല്ല, ശരി. എടാ, വന്നിടത്ത് കണ്ട കാഴ്ച നിനക്ക് ആനന്ദ കാഴ്ച, പക്ഷെ എനിക്കത് കള്ളക്കാഴ്ചയാടാ, കള്ളക്കാഴ്ച. നമുക്ക് നന്നായിട്ടൊന്ന് കാണണം. എന്റെ കെയർ ഓഫിൽ നീ പരുന്തിന്റെ കൂട്ടി വന്നു. അതേ ഞാൻ തന്നെ നിന്നെ ആ കൂട്ടിന്ന് പറത്തിവിടും. നീ കണ്ടോ? അടഞ്ഞു. നിന്റെ ഭാവിയുടെ വാതിൽ അടഞ്ഞടാ. ഈ വീടും പറമ്പും അങ്കിളിന്റെ പേർക്ക് മാറ്റി രജിസ്റ്റർ ചെയ്യണ്ടേ? പുരുഷേട്ടന്റെ ഓഫീസിൽ നിന്ന് അതിനുവേണ്ടി വന്നതാ. എന്നെ മക്കളെയും കൊല്ലം വന്നാണല്ലോടോ. ഞാൻ പുരുഷേട്ടന്റെ ഓഫീസിൽ നിന്ന്. എന്തിനാ എന്നോട് സോറി പറയുന്നത്? അച്ഛന് വേണ്ടി. താനല്ല, ശരിക്കും ഞാനാ സോറി പറയണ്ടേ.
അതിനിടയ്ക്കെല്ലാം കഴിഞ്ഞല്ലേ? എടാ വിനയാ, ചെയ്യടാ ചെയ്. മനസ്സൊന്ന് ശാന്തമാകുന്ന നേരത്ത് ഒപ്പ് വാങ്ങിച്ചു വെച്ചാൽ മതി. എന്നൊന്ന് വിളിച്ചാൽ ഞാൻ തന്നെ വന്ന് കളക്ട് ചെയ്തോളാം. അത് ശരി. നീ എന്നെ പറഞ്ഞു വിടുവല്ലടാ വിനയ.